ജോഷുവ അധ്യായം 15. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏദോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാബിമിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിന്നിലേക്ക് കടന്ന് കാദേശ് ബർണയായുടെ തെക്ക് ഭാഗത്തുകൂടി ഹെസ്രോണിലൂടെ അദാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു. അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി. ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ബെത്ഹോഗ്ലായിലൂടെ പോയി ബേത് അരാബായുടെ വടക്കുകൂടെ കടന്ന് റൂബൻ്റെ മകൻ ബോഹാൻ്റെ ശില വരെ പോകുന്നു. തുടർന്ന് ആഖോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്കുവശത്തുള്ള അതുമ്മീം കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻറോഗലിൽ എത്തുന്നു. അവിടെ നിന്ന് അത് ജബൂസ്യ മലയുടെ ജെറൂസലമിൻ്റെ തെക്കേ അറ്റത്ത് ബെൻഹിന്നോൻ താഴ്വര വരെ പോകുന്നു. പിന്നീട് ഹിന്നോൻ താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിൻ താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമുകളിലേക്ക് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക്, അതായത് കിരിയാത്ത് എയാറിമിലേക്ക് വളഞ്ഞു പോകുന്നു. ബാലായുടെ പശ്ചിമഭാഗത്തുകൂടി കടന്ന് സെയ്ർ മലയിലെത്തി എയാറിം മലയുടെ കെസലോണിൻ്റെ വടക്ക് ഭാഗത്തൂടെ കടന്ന് ബത്ഷമേഷിലേക്ക് ഇറങ്ങി തിമ്നായിലൂടെ നീങ്ങുന്നു. അത് എക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാബ്നേലിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറ് അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ്. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണ് ഇത്. ജോഷയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യെഫുന്നയുടെ മകനായ കാലബിന് യൂദാഗോത്രത്തിൻ്റെ ഇടയിൽ കിരിയാത്ത് അർബ ഹെബ്രോൺ കൊടുത്തു. അനാക്കിൻ്റെ പിതാവായിരുന്നു അർബ. അവിടെ നിന്ന് കാലബ് അനാക്കിൻ്റെ സന്തതികളായ ഷേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ തുരത്തി. പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു. ദബീറിൻ്റെ പഴയ പേര് കിരിയാത്ത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ പിടിച്ചടക്കുന്നവന് എൻ്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും. കാലബിൻ്റെ സഹോദരൻ കെനസിൻ്റെ മകനായ ഒത്നിയേൽ അത് പിടിച്ചെടുത്തു. അവന് തൻ്റെ മകളായ അക്സായെ കാലബ് ഭാര്യയായി നൽകി. അവൾ അടുത്ത് ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലബ് അവളോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം വേണം. നീ എന്നെ വരണ്ട നെഗബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം തെക്കേ അറ്റത്ത് ഏതോ അതിർത്തിക്കരികെ യൂദാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: കബ്സേൽ, ഏദർ, യാഗുർ, കീന, ദിമോന, അദാദ, കേദഷ്, ഹാസോർ, ഇത്നാൻ, സിഫ്, തേലം, ബെയാലോത്ത്, ഹാസോർ ഹദാത്ത, കിരിയോത്ത് ഹെസ്രോൺ, ഹാസോർ, അമാം,
ഷേമ, മുളാദ, ഹസാർഗാദ, ഹെഷ്മോൺ, ബത്പലത്ത്, ഹസാർഷുവാൽ, ബേർഷേബ, ബിസിയോദിയ, ബാല, ഈം, ഏസം, എൽത്തോലാദ്, ഖെസിൽ, ഹോർമ, സിക്ലാഗ്, മദ്മന്ന, സൻസന്ന, ലബാവോത്ത്, ഷിൽഹിം, അയിൻ, റിമ്മോൻ. അങ്ങനെ ആകെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സമതലത്തിൽ എഷ്താവോൽ, സോറ, അഷ്ന, സനോവ, എൻഗന്നിം, തപ്പുവ, ഏനാം, യാർമുത്ത്, അതുല്ലാം, സൊക്കോ, അസേക്ക, ഷറായിം, അതിത്തായിം, ഗദേറ, ഗദറോത്തായിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാഷ, മിഗ്ദൽഗാദ്, ദിലയാൻ, മിസ്പെ, യോക്തേൽ, ലാഖീഷ്, ബോസ്കത്ത്, എഗ്ലോൻ, കബോൻ, ലഖ്മാം, കിത്ലിഷ്, ഗദറോത്ത്, ബെദ്ദാഗോൻ, നാമ, മക്കേദ എന്നീ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, എത്തോർ, ആഷാൻ, ഇഫ്ത, ആഷ്ന, നെസിബ്, കെയില, അക്സീബ്, മറേഷ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും. എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദോദിൻ്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഗാസയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ, മലമ്പ്രദേശങ്ങളിൽ ഷമീർ, യത്തീർ, സൊക്കോ, ദന്ന, കിരിയാത് സന്ന, ദബീർ, അനാബ്, എഷ്തെമോ, അനി, ഗോഷൻ, ഹോലോൻ, ഗിലോ എന്നീ 11 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദുമ, എഷാൻ, യാനീം, ബത്തപ്പുവ, അഫേക്ക, ഹുംത, കിരിയാഥർബ, ഹെബ്രോൺ, സിയോർ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കാർമൽ, സിഫ്, യുത്ത, യസ്രേൽ, യോക്ദയാം, സനോവ, കായിൻ, ഗബയ, തിംന എന്നീ 10 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഹാൽഗുൽ, ബസ്സൂർ, ഗദോർ, മാറാത്ത്, ബത് അനോത്ത്, എൽതെക്കോൻ എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. കിരിയാത് ബാൽ, കിരിയാത്ത് ഏയാറിം, റാബ്ബ എന്നീ 2 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബദരാബ, മിദ്ദീൻ, സെക്കാക്ക, നിബ്ഷാൻ ഉപ്പുനഗരം, എൻഗേദി എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ യൂദാഗോത്രത്തിന് ജെറൂസലം നിവാസികളായ ജബൂസ്യരെ തുരത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും ജബൂസ്യർ അവരോടൊന്നിച്ച് ജെറൂസലമിൽ വസിക്കുന്നു. Chapter 15. The lot for the clans of the Judahite tribe fell in the extreme south toward the boundary of Edom, the desert of Zin in the Negeb. The boundary there ran from the bay that forms the southern end of the Salt Sea, southward below the pass of Akrabim across through Zin, up to a point south of Kadesh Barnea, across to Hezron, and up to Adar. From there, looping around Karka, it crossed to Azmon, and then joined the Wadi of Egypt before coming out at the sea.
This is your southern boundary. The eastern boundary was the Salt Sea as far as the mouth of the Jordan. The northern boundary climbed from the bay where the Jordan meets the sea up to Beth Hogla and ran north of Beth Araba up to Eben Bochan ben Reuben. Thence it climbed to Debir, north of the vale of Achor, in the direction of the Gilgal that faces the pass of Adumim on the south side of the Wadi. From there it crossed to the waters of En-Shemesh and emerged at En-Rogel. Climbing again to the valley of Ben-Hinnom on the southern flank of the Jebusites, that is Jerusalem, the boundary rose to the top of the mountain at the northern end of the valley of Rephaim, which bounds the valley of Hinnom on the west. From the top of the mountain it ran to the fountain of waters of Nephtoah, extended to the cities of Mount Ephron, and continued to Beala, or Kiriath Jearim. From Beala the boundary curved westward to Mount Seir, and passed north of the ridge of Mount Jearim, that is, Kesalon. Thence it descended to Beth Shemesh and ran across to Timnah. It then extended along the northern flank of Ekron, continued through Shikkeron, and across to Mount Beala, thence to include Jabneel, before it came out at the sea. The western boundary was the Great Sea and its coast. This was the complete boundary of the clans of the Judahites. As the Lord had commanded, Joshua gave Caleb, son of Jephunneh, a portion among the Judahites, namely Kiriath Arba. Arba was the father of Anak, that is Hebron. And Caleb drove out from there the 3 Anakim, the descendants of Anak, Shishai, Ahiman, and Talmai. From there he marched up against the inhabitants of Debir, which was formerly called Kiriath Sefer. Caleb said, I will give my daughter Achsah in marriage to the one who attacks Kiriath Sefer and captures it. Othniel, son of Caleb's brother Kenaz, captured it, and so Caleb gave him his daughter Achsah in marriage. On the day of her marriage to Othniel, she induced him to ask her father for some land. Then as she alighted from the ass, Caleb asked her, What is troubling you? She answered, Give me an additional gift. Since you have assigned to me land in the Negeb, give me also pools of water. So he gave her the upper and the lower pools. This is the heritage of the clans of the tribe of Judahites. The cities of the tribe of the Judahites in the extreme southern district toward Edom were Kabzeel, Eder, Jagur, Kina, Daimona, Adadah, Kedesh, Hazor, and Ithnan, Ziph, Telem, Bealoth, Hazor Hadattah, and Kirioth Hezron, that is Hazor, Amam, Shema, Molada, Hazar-Gada, Heshmon, Beth-Pilet, Hazar-Shual, Beersheba, and Biziothaiah, Baala, Im, Ezem, El-Tolad, Chesil, Horma, Ziklag, Madmanah, Sansannah, Lebaoth, Shilhim, and En-Rimmon, a total of 29 cities with their villages. In the foothills, Eshtaol, Zorah, Ashna, Zonoah, En-Ganim, Tapua, Enam, Jarmuth, Adulam, Soko, Azekah, Sha'ar-Raim, Adithaim, Gederah, and Gederothayim, 14 cities and their villages. Zenan, Hadashah, Migdal-Gad, Dailian, Mizpah, Joktheel, Lachish, Boskath, Eglon, Kabon, Laman, Chitlish, Gederoth, Beth-Dagon, Naamah, and Makkedah, 16 cities and their villages. Libnah, Ether, Ashan, Iftah, Ishna, Nizib, Kiala, Aksib, and Mareshah, 9 cities and their villages. Ekron and its towns and villages, from Ekron to the sea, all the towns that lie alongside Ashdod and their villages, Ashdod and its towns and villages, Gaza and its towns and villages, as far as the Wadi of Egypt and the coast of the Great Sea. In the mountain regions, Shamir, Jatir, Soko, Dana, Kiryasana, that is Debir, Enab, Eshtemo, Anim, Goshen, Holon, and Gilo, 11 cities and their villages. Arab, Duma, Eshan, Janim, Beth Tapua, Afekah, Humta, Kiriath Arba, that is Hebron, and Zior, 9 cities and their villages. Meon, Carmel, Ziph, Juta, Jezreel, Jokdeam, Zanoah, Cain,
Gibeah and Timnah, 10 cities and their villages. Halhul, Bethzur, Gedor, Maarath, Beth-Enoth, and Eltekon, 6 cities and their villages. Tekoa, Ephrathah, that is Bethlehem, Peor, Etam, Kulam, Tatam, Zores, Karim, Galim, Bether, and Manoko, 11 cities and their villages. Kiriath Baal, that is Kiriath Jearim, and Reba, 2 cities and their villages. In the desert, Beth Araba, Midin, Sekah, Nibshan, Ir Hamelah, and En-Gedi, 6 cities and their villages. But the Jebusites who lived in Jerusalem, the Judahites could not drive out. So the Jebusites dwell in Jerusalem beside the Judahites to the present day.